പടം കൊള്ളായിരുന്നു. രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്, പോപ്സും നിതിൻ തകർത്തലുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ പോപ്സ് ഇതിനായിട്ട് ചെയ്തേക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമാണ്. ആൾ ഇതുവരായിട്ട് ഒരു സീരിയസ് കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു എൻ്റർടൈനിങ് ആണ്, ഫാമിലിയൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. നല്ല ഇങ്ങോട്ട് വാസിയൊക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് ഫീലിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകരൊക്കെ പറഞ്ഞിട്ട് ഞാനിതിൻ്റെ കഥാപാത്രവും ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിരുന്നു കണ്ടപ്പോൾ? അവസാന ഘട്ടത്തിലൊക്കെ ചിരിച്ച് അങ്ങോട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ഒരു മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് പള്ളുരുത്തി നമ്മുടെ നാട്ടിലേക്കുള്ള ചെറുപ്രദേശത്തുള്ള ഒരു കഥയാണ്. നന്നായിട്ടുണ്ട്. പടം കൊള്ളായിരുന്നു. രണ്ടുപേരും ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ പോപ്സും അതുപോലെ മിഥുനും രണ്ടുപേരും ഒരു ഡിഫറെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ക ഒരു കൊച്ചി പശ്ചാത്തലത്തിലുള്ളൊരു മൂവിയാണ്. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ പറ്റുന്നൊരു സംഭവമാണ്. ബ്രോ, ഇത് എന്താ പറയുക, ഒരു ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസീവ് ചെയ്ത് ചെയ്തത്. അപ്പോൾ ആ ഒരു ഉദ്ദേശം ആൾക്കാരെ മുഖത്ത് കാണുമ്പോൾ വി ആർ സോ ഹാപ്പി. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ആ ഒരു നല്ലൊരു ഹാപ്പിനെസ് മൊമെൻ്റ് നമ്മൾ ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്ത് ഈ മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എത്തിയിട്ട് ആൻഡ് ആൾക്കാരും കൂടി ഹാപ്പിയാണെന്ന് പറയുമ്പോൾ സോ ഹാപ്പി. ഫുൾ കോമഡിയാണ്. അതായത് കോമഡി ആക്ഷൻ ഉണ്ട്, എല്ലാം മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള. നമ്മൾ പുട്ടിന് തേങ്ങ എടുത്തോണ്ട് ഇടയ്ക്ക് കോമഡി ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു സീരിയസ് സ്റ്റോറിയാണല്ലോ പറയുന്നത്. സിനിമ ഒരു സ്റ്റോറി, ആ ഒരു സ്റ്റോറിക്ക് വേണ്ട കോമഡികൾ എല്ലാം ഉണ്ടാവും. അത് കണ്ടിട്ട് എന്തായാലും നമ്മൾ പറയണം. അപ്പോൾ എനിക്കും അറിയാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾക്കാരെ. എങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ? ഞാൻ ആക്ച്വലി എല്ലാവരുടെയും ഇങ്ങനെ ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ സിനിമ കാണുമ്പോൾ ഞാൻ ആൾക്കാരുടെ മുഖത്തിങ്ങനെ നോക്കുമായിരുന്നു. സമാധാനം, ഓക്കെ, അവിടെ ഓക്കെ, അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ഞാൻ ആക്ച്വലി ഒരുപാട് പ്രാവശ്യം മൂവി കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾക്കാരെ കൂടെ ഇരുന്ന് കാണാൻ ഞാൻ ഇത്തിരി വെയിറ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഓരോ പ്രേക്ഷകൻ്റെയും ഫേസിലായിരുന്നു എൻ്റെ കണ്ണ്. എന്തായാലും അത് എനിക്കൊരു ഭയങ്കര കിടല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച സ്ഥലത്തൊക്കെ ചിരിച്ചു, ഞാൻ വിചാരിക്കാത്ത സ്ഥലത്ത് ചിരിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കാണണേ. എല്ലാവരും പടം കാണണം. ചെറുതാണെങ്കിലും ഞങ്ങളുടെ ഈ പടം വിജയിപ്പിച്ച് തന്നെ എല്ലാവരും കാണണമെന്നുണ്ട്. എല്ലാ വലിയ പടവും പോലെയല്ല, ഒരു ചെറിയ പടമാണെങ്കിലും ഞങ്ങളുടെ പടം ജയിക്കുമെന്നാണ് എൻ്റെ. നമുക്കിത് വലിയ പടമാണ്, വലിയ പടം. ഒരുപാട് നാളത്തെ എന്താണ് ഒരുപാട് കഷ്ടപ്പെട്ട പടമാണ്. ഇതൊന്ന് വിജയിപ്പിച്ച് തന്നെ എല്ലാവരും. കണ്ടില്ല.